ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ലൈറ്റ് ഹൗസിൽ കയറാൻ പോവാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പാർക്കുണ്ട്. ആൻഡ് അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇത് ലക്ഷദ്വീപിലെ ലാർജസ്റ്റ് ലൈറ്റ് ഹൗസാണ് കാണുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാം. ഇത് 1885 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ലൈറ്റ് ഹൗസാണിത്. അപ്പം ഇത് നല്ല ഇയർ പഴക്കമുള്ള ഒരു ലൈറ്റ് ഹൗസാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് 41.7 മീറ്റർ സംതിങ് ഹൈറ്റ് ഉണ്ട് ഇതിന്. ആൻഡ് ഇത് ലക്ഷദ്വീപിലെ ലാർജസ്റ്റ് ലൈറ്റ് ഹൗസാണ്. ഈ ലൈറ്റ് ഹൗസ് 300 അടി ഹൈറ്റ് മേളിലാണ്. അപ്പം നമ്മൾ അത്രയും 300 ഫീറ്റ് മേളിലാണ് കേസ് നമ്മൾ കയറാൻ പോകുന്നത്. മിനിക്കോയ് ഫേമസ് ആവാൻ കാരണം ഈ ലൈറ്റ് ഹൗസ് അല്ല, പക്ഷേ ഇതും ഒരു കാരണമാണ്. മിനിക്കോയിലെ നാച്ചുറൽ ബ്യൂട്ടി, മാരിടൈം ട്രഡീഷൻ, ഹിസ്റ്ററി, ഇവിടുത്തെ ആൾക്കാരുടെ യൂണിറ്റി എല്ലാം ഇത് ഫേമസ് ആവാൻ കാരണമാണ്. സോ ലൈറ്റ് ഹൗസ് ഇസ് നോട്ട് ദ സോൾ റീസൺ ഫോർ ദിസ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ടോപ്പിൽ ചെന്നിട്ട് കാണാം, 300 ഫീറ്റ് മേളിൽ. ഗൈസ്, ഇപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ കയറി. കണ്ടോ അത് നമ്മൾ നടന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴിയാന്ന് കണ്ടാൽ പറയില്ല. ആൻഡ് ഇവിടെ നല്ല കാറ്റുണ്ട്. ആൻഡ് ഇവിടുത്തെ വ്യൂ മോനെ ഒന്നും പറയില്ല. ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മിനിക്കോയ് ഫുള്ളും നല്ലോണം കാണാം. പിന്നെ ഈ കടലിൻ്റെ അടിയിലുള്ള കോറൽസൊക്കെ അത്യാവശ്യം നല്ല വിസിബിളാണ്. അപ്പം നമ്മൾ ഇനി താഴത്തേക്ക് ഇറങ്ങുവാണ്. ഇനി നമുക്ക് താഴെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ കയറിയ ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റും കാര്യങ്ങളും എല്ലാം എഴുതിയേക്കണം ഇതിലാണ്. 41.7 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കയറിയത്. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു റിസോർട്ടിലോട്ടാണ്. നമുക്ക് പിന്നെ ഈ റിസോർട്ടിൽ പോയിട്ട് കാണാം. അപ്പം നമ്മൾ റിസോർട്ടിൽ അപ്പം ഈ റിസോർട്ടിലുള്ള എല്ലാവരും ഇട്ടേക്കുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള ലിബാസയാണ്. ഹലോ ഗൈസ്, ഇപ്പം നമ്മളുള്ളത് റിസോർട്ടിലാണ്. ഇവിടെ അല്ലേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അവിടെ കയറുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. And ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മേളിലാണ്. ഇവിടെ സൺസെറ്റ് കേസ്. അപ്പം വെള്ളത്തിലൊക്കെ ചാടിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോഴാണ് രാത്രി. ഇനി ചിലപ്പോൾ ഫിഷിങ്ങിന് പോകുമായിരിക്കും, അറിയില്ല. പിന്നെന്താ, ഈ റിസോർട്ടിന് ഈ നൈറ്റിൽ ഈ റിസോർട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ സൺസെറ്റ്, ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ അത് വേറൊരു വൈബാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഫിഷിങ്ങിന് പോവുകയാണ് ഇനി. അപ്പം ഫിഷിങ്ങിന് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫിഷിങ്ങിന് പോയിട്ട് പിടിച്ച മീനെയൊക്കെ നമുക്ക് കാണിച്ചു തരാം. പിന്നെ എന്തായാലും അവിടെ എത്തിയിട്ട് ഫിഷിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ ഇവിടെയുള്ള കുറച്ച് പേരായിട്ടാണ് പോയത്. അപ്പോൾ ഡെയിലി പോകുന്നവർ. അപ്പോൾ അവർ പിടിച്ച ടൂണയാണ് ഗൈസ് ഇത്. നമ്മൾ ഫിഷിങ്ങിന് പോയപ്പോൾ കിട്ടിയ മീൻ ഗൈസ്. പിന്നെ നമ്മൾ രാത്രി ചെട്ടിയിൽ പോയപ്പം അവിടെ വെച്ച് ചൂണ്ടയിൽ കുടുങ്ങിയ പഫർ ഫിഷാണിത്. ഇതിനാരും തിന്നത്തൊന്നുമില്ല. പിന്നെ ഒരു മീനെ കിട്ടി. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇവരിവിടെ ചെമ്മ എന്നാണ് പറയുന്നത്. എന്താ കറക്റ്റ് പേരെന്ന് എനിക്കറിയില്ല. ചെമ്മ എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു. ഇതിനെ തിന്നുമെന്ന് എനിക്കറിയില്ല.
ഗൈസ്, എൻ്റെ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ രാവിലെ ഇവിടെ വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മളപ്പം മിനിങ്ങാന്നാന്ന് തോന്നുന്നു രാവിലെ വന്ന സ്ഥലമാണിത്. ആ ബോട്ടൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു. മറ്റേ ഈ ഇതടുത്തില്ലെങ്കിൽ ഷിപ്പ് അടുത്തില്ലെങ്കിൽ നമ്മൾ അതിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചായിരുന്നു. ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വന്നേക്കുന്നത്. കുറേ മീൻ കിട്ടി, കുറേ മീൻ. കടലിൽ ചൂണ്ടിയിട്ട് കുറേ മീൻ കിട്ടി നമുക്ക്. അപ്പോൾ ഇവിടെ രാത്രി നല്ല രസമാണ്, കാരണം രാത്രി ഇവിടെ എല്ലാവരും വരും. ഇവിടെ നല്ലൊരു ഇവിടെ ഒരു ഇരിക്കാനൊക്കെ നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്. ഗൈസ്, നമ്മൾ കോസ്റ്റൽ കഫേന്ന് ഒരു ലൈം ടീ കുടിക്കാൻ വന്നതാണ്. ഈ ലൈം ടീ കുടിച്ചിട്ട് നമുക്ക് ഇനി വീട്ടിൽ പോകാം.